നമ്മളോടൊപ്പം ഒരു പ്രത്യേക അതിഥി, കലോത്സവത്തിന്റെ ഹീറോ എന്ന് തന്നെ പറയാം. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭയങ്കര ആവേശത്തിലാ. കലോത്സവം തുടങ്ങി അന്ന് മുതൽ തന്നെ ഇവിടെ ഫുള്ള് റൗണ്ട് അടിച്ച് ഊട്ടുപുരയിലായിക്കോട്ടെ വേദികളിലായിക്കോട്ടെ നിറ സാന്നിധ്യമാണ് മന്ത്രി കെ രാജൻ. മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, സംഘാടക സമിതിയുടെ ചെയർമാൻ ആയതുകൊണ്ട് എല്ലായിടത്തും കണ്ടുപോകണം എന്നുള്ളതാണ് പ്രശ്നം. ഗംഭീരമായിട്ട് എല്ലാവരും, ഞങ്ങൾ സംഘാടകർ മാത്രമല്ല, നിങ്ങൾ മാധ്യമങ്ങളും പങ്കാളികളും ഒപ്പം വരുന്നവരും വീട്ടുകാരും പക്കമേളക്കാരും എല്ലാം കൂടി ഇതൊരു കളറാക്കിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്, മികച്ച സംഘാടനം, നല്ല ഭക്ഷണവും നല്ല താമസമാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. കലോത്സവത്തിലെ ഏറ്റവും നല്ല വൈബ് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. കലമരിക്കുന്നില്ല എന്നും സംസ്കാരവും സാഹിത്യവും തീർന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഭയങ്കര മറുപടിയാണിത്. അത്ര ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള 1958 രണ്ടാം കലോത്സവം കേരളത്തിന് നൽകിയിട്ടുള്ള രണ്ട് മഹാപ്രതിഭകളുണ്ട്. ഒന്ന് യേശുദാസും മറ്റൊന്ന് പി ജയന്തനും. ലളിതഗാനത്തിൽ 1, 2 സമ്മാനങ്ങൾ കിട്ടിയ ആളുകളാണ്. ജേട്ടൻ പണ്ട് പറയും, മൃദംഗത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ എനിക്കായിരുന്നു, ലളിതഗാനത്തിലൊരു പകയം വന്നുകൊണ്ട് ഞാൻ 2ാം സ്ഥാനത്തായി. അപ്പോൾ അത് ആരാ പകയം ചോദിച്ചപ്പോൾ യേശുദാസാണ്. പ്രതിഭകളെ നല്ലതുപോലെ വാർത്തെടുത്തിട്ടുള്ള ഒരു കലോത്സവമാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ തന്നെ പാട്ടുപാടി 2 പേരെ ഔസേപ്പച്ചൻ കയ്യോടെ കൊണ്ടുപോയി ഇന്നലെ തന്നെ പാടിപ്പിച്ചു. ഒരുപാട് പ്രതിഭകളെ കിട്ടും കേരളത്തിൽ. ഈ വർഷങ്ങൾ കഴിയുന്തോറും ഈ കലോത്സവത്തിന്റെ മുഖവും മാറാറുണ്ട്. അതായത് ഈ കലോത്സവത്തിന്റെ രീതികളായിക്കോട്ടെ, കുട്ടികളുടെ വൈബ് ആയിക്കോട്ടെ, എന്ത് എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. മന്ത്രിക്കും അതേ എനർജി ഉണ്ട് കേട്ടോ. അല്ല, എനർജി വിടാൻ പറ്റില്ല. തൃശ്ശൂർ പ്രത്യേക എനർജിയാണ് എല്ലാ ഉത്സവത്തിനും. ഞങ്ങൾ പൂരം നടത്തുന്ന ആളുകളല്ലേ. പുലിക്കളി, പൂരം, പിന്നെ ബോണ്ണത്താല്, ആനയൂട്ട്, എല്ലാത്തിനും ഈ ആളുകൾ ഇങ്ങനെ. തൃശ്ശൂർ പൂരത്തിൻ്റെ മൈതാനം, പിന്നെ നമുക്കൊരു വലിയ സന്തോഷം ഈ മൈതാനമാണ്. ഈ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനം, തേക്കിങ്ങാട് മൈതാനം, എത്ര ആൾ വന്നാലും അങ്ങ് കൊള്ളും. 10-14 ലക്ഷം പേരെ കൊള്ളുന്ന ഒരു സ്ഥലം. കുട്ടികൾക്ക് അതുകൊണ്ട് ഇതൊക്കെ കാണുന്നതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും. മിനിസ്റ്ററെ, അതായത് ഈ കഴിഞ്ഞ തവണ ഒക്കെ അപേക്ഷിച്ച് ഇത്തവണ വലിയ പരാതികളൊന്നും, ഇന്ന് 3-ാം ദിവസമാണ്, പരാതികളൊന്നും ഉയർന്നിട്ടില്ല. അത്ര ഗംഭീരമായി തന്നെയാണ് കലോത്സവം മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യേകമായിട്ട് യോഗം കൂടും, രാവിലെ യോഗം കൂടും. ഓരോ ചെറിയ സംവിധാനം ഉണ്ടെങ്കിലും കൺട്രോൾ റൂമിലേക്ക് അറിയിക്കാൻ വിവരം കിട്ടും. കൺട്രോൾ റൂമിലൊരു വിവരം കിട്ടിയാൽ ഞങ്ങൾ ആരെങ്കിലും പറയും, ഞങ്ങൾ നേരിട്ട് അവിടെ പോകും. അങ്ങനെ ഒരു നല്ല ടീം വർക്ക്. തീർച്ചയായും ഒരു കാര്യം കൂടി, ഈ സമാപന സമ്മേളനത്തിൽ മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ, ഭാരതത്തിന്റെ അഭിമാനം മോഹൻലാലാണ് എത്തുന്നത്. ഉറപ്പായിട്ടും മോഹൻലാൽ എത്തുന്നത് 4 മണിക്കാണ്. ഇപ്പൊ വിവരം കിട്ടി. മോഹൻലാൽ കൃത്യം 4 മണിക്ക് 18-ാം തീയതി കലോത്സവ നഗരിയിൽ എത്തിച്ചേരും. 3 മണിക്ക് തന്നെ ജനത്തിലെ കാഴ്ചക്കാരോട് പറയുന്നത് 3 മണിക്ക് തന്നെ വന്ന് സ്ഥലം പിടിക്കുക. 3 മണിക്ക് തന്നെ നല്ല ഫ്യൂഷൻ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് മോഹൻലാലിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പ്രത്യേകമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കയറുമ്പോൾ വേറെ പ്രയാസം ഇല്ലാതിരിക്കാൻ 4 മണിക്ക് പരിപാടി ആരംഭിക്കുന്നതിന് 3 മണിക്ക് തന്നെ സ്ഥലം പിടിക്കുക. മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ കൺഫർമേഷൻ വന്നു, അദ്ദേഹം എത്തിച്ചേരാനുള്ള എല്ലാ നടപടിക്രമങ്ങളും തീർത്തു. കൃത്യം 4 മണിക്ക് വേദിയിൽ അദ്ദേഹം ഉണ്ടാകും. അപ്പോൾ സ്വർണ്ണക്കപ്പ് ഇത്തവണ സമ്മാനിക്കുന്നത് ലാലേട്ടനാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ കളറാകും, ആരാകും കൊണ്ടുപോവുക അതിപ്പോ പറയാൻ പറ്റില്ല. എങ്കിലും എല്ലാവരും മത്സരത്തിലാണ്. തൃശ്ശൂരുണ്ട്, ഇഞ്ചോടിഞ്ച്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂരൊക്കെ ഉണ്ട്. ഇനി ആരും കയറി വരാം. 3 ദിവസം കൂടി ഉണ്ട് മത്സരങ്ങൾ. ഇത്തവണയെല്ലാം കഴിഞ്ഞ 2-3 തവണയായിട്ട് ഫസ്റ്റ് ഇല്ലാതെ ഗ്രേഡ് ആയതുകൊണ്ട് പിന്നെ കയറി വരുന്ന കുട്ടികൾ ഏത് ജില്ലയാണെന്നൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല കുട്ടികൾക്ക് അങ്ങനെ തർക്കമില്ല, ഭയങ്കരമായിട്ടുള്ള വൈബിലാണ്. മന്ത്രി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം എന്താണ്? അങ്ങനെ ഒന്നായി പറയാൻ പറ്റില്ല. എങ്കിലും കല ആസ്വദിക്കാറുണ്ടല്ലോ. എല്ലാം നല്ല ഇഷ്ടം. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. 14 ഇനങ്ങളിൽ ആരംഭിച്ചാണ് 1ാം കേരളോത്സവം 957. പക്ഷെ ഇപ്പൊ 249 ഇനങ്ങളായി. അപ്പോൾ ഓരോ ഇനങ്ങൾ വർദ്ധിക്കുന്നു. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. തകർക്കാണ് അല്ലെങ്കിൽ തന്നെ. എന്തായാലും നല്ല ശ്രദ്ധേയമായ മാധ്യമ പ്രവർത്തന സാന്നിധ്യം ജനത്തിനുണ്ടായി. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ പൂർണ്ണ സമയം കേന്ദ്രീകരിച്ച് നിന്ന് ഈ കലോത്സവത്തെ എപ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെടുന്നത്, സാധാരണ വടക്കോട്ട് പോയാലാണ് ഫുൾ ടൈം ആളുകളിരിക്കുക. ഇവിടെ തെക്കോട്ടൊക്കെ വന്ന രാത്രി ഒന്നും ആരും ഉണ്ടാകില്ല. ഇന്നലെ 11:30-ക്കും 12 മണിക്കും ഒക്കെ തീരുന്ന വേദികളിൽ വഞ്ചനക്കൂട്ടമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സേവനത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. വളരെയധികം നന്ദി സാർ, വളരെയധികം നന്ദി പരിചയപ്പെടാൻ.